നമസ്കാരം. 2020 നിന്ന് രാജിവെച്ച മഴവന്നൂരിലെ വാർഡ് പ്രസിഡന്റ് അരുൺ ഗോപിനാഥാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ രാജിവെക്കാനിടയ സാഹചര്യം എന്തായിരുന്നു? ഞാൻ രാജിവെക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് പറയട്ടെ, ഇതൊരു കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണം. എൻ്റെ പേര് അരുൺ ഗോപിനാഥ്. മഴവന്നൂരാണ് സ്വദേശം. നമ്മളിവിടെ നിൽക്കുന്നത് മഴവന്നൂർ MRSV ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലാണ്. ഞാൻ പഠിച്ച സ്കൂളാണ്. മാത്രമല്ല ഈ തൊട്ടടുത്തുള്ള SRV UP സ്കൂളിലാണ് എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഗോപി സാറ്, വിലാസിനി ടീച്ചർ എന്ന് പറയും. രണ്ടുപേരും ജീവനോടെ ഇല്ല. 2020 ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചത് 2020 ഇലക്ഷന് ഒരു 4-5 മാസം മുമ്പാണ് പ്രവർത്തനം തുടങ്ങിയത്. ഞങ്ങളുടെ വാർഡ് തൊട്ടടുത്ത വാർഡാണ് 13-ാം വാർഡ്. ഇപ്പോൾ അത് 15-ാം വാർഡ്. അത് കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷം വിജയിച്ചു വന്നിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി 20 പ്രവർത്തകരുടെ കഠിന പ്രയത്നം മൂലം നമ്മൾ 685 വോട്ട് നേടി 20 വിജയിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ ഇവിടുത്തെ സ്കൂളിലെ മാഷായിരുന്നു. എൻ്റെ അച്ഛൻ്റെ മരണം ഉണ്ടാകുന്നത് ആ ഇലക്ഷൻ്റെ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3-4 ദിവസം മാറി നിന്നത് ഒഴിച്ചാൽ ബാക്കി രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ 20ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഇലക്ഷൻ വിജയിച്ച് ഒരു തുടർന്നുള്ള ഒരു 11 മാസക്കാലം, അതായത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അസംബ്ലി ഇലക്ഷൻ വന്നു. പിന്നീടും അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കൂടി, മൊത്തം ഒരു 11 മാസത്തോളം ഞാൻ 20യിൽ തുടർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 11 മാസ കാലയളവ് കൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, ഇതിൽ അഭിപ്രായം, പരാതി, നിർദ്ദേശം ഇതിനൊന്നും യാതൊരു വിലയില്ല. ഇതൊന്നും അവതരിപ്പിക്കാൻ ഒരു വേദിയില്ല. അപ്പം നിരന്തരമായ നമ്മുടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മൂലം ഒരു അവസാനം ഒരു 2021 നവംബർ മാസം കിഴക്കമ്പലത്ത് സാബു M ജേക്കബിന്റെ വീട്ടിൽ വെച്ച് മഴവന്നൂർ പ്രസിഡന്റുമാരുടെ ഒരു യോഗം വിളിച്ചു. മഴവന്നൂർ 13-ാം വാർഡിന്റെ പ്രസിഡന്റായിട്ട് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഇലക്ഷന് ശേഷം. അപ്പോൾ ഞാനടക്കം മറ്റു വാർഡുകളിൽ നിന്നുള്ള പ്രസിഡന്റുമാരെ, അങ്ങനെ എല്ലാ പ്രസിഡന്റുമാരെയും സാബു M ജേക്കബിന്റെ വീട്ടിൽ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. ആ മീറ്റിംഗ് ആദ്യം സംസാരിച്ച് തുടങ്ങിയതേ ഞാനാണ്. അപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് 2020 പഞ്ചായത്ത് ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. അത് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, MRSV ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലാണ്. ഈ ഗ്രൗണ്ടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇലക്ഷൻ പ്രചരണത്തിന് വന്നപ്പോൾ സാബു M ജേക്കബായിട്ട് തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1-2 വാർഡ് ജയിച്ചിട്ട് കാര്യമില്ല, പഞ്ചായത്ത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, അന്ന് 19 വാർഡായിരുന്നു മഴവന്നൂർ പഞ്ചായത്ത്, മിനിമം 10 വാർഡ് കിട്ടണം ഭരണം കിട്ടാൻ. അപ്പോൾ 10 വാർഡെങ്കിലും കിട്ടി പഞ്ചായത്ത് ഭരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 6 അല്ലെങ്കിൽ 9 മാസ കാലയളവിനുള്ളിൽ ഇവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും. അതും ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആ ബിൽഡിംഗ് അല്ല, കൊണ്ടുവന്ന് അസംബ്ലി ചെയ്തങ്ങ് ഉണ്ടാക്കിയാൽ മതി. അപ്പം നിസ്സാര സമയത്തിനുള്ളിൽ അത് സെറ്റാവും. പിന്നെ ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഭാഗ്യവാന്മാരാണ്, 2.5 കിലോമീറ്ററിനുള്ളിൽ അതിനുള്ള സ്ഥലം വരെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അന്നേരം തന്നെ എനിക്ക് സംശയം മണത്തതാണ്. കാരണം ഞാൻ പുള്ളിയുടെ യാത്രകളിലൊക്കെ അനുഗമിക്കുന്ന ഒരു നേതാവെന്ന നിലയ്ക്ക് ഇതേ വാചകങ്ങളാണ് മങ്ങൾത്തടയും മണ്ണൂരും തൃക്കളത്തൂരും എല്ലായിടത്തും ചെന്ന് പറഞ്ഞത്. എല്ലായിടത്തും ചെന്ന് പറയുന്നത് ഈ 2.5 കിലോമീറ്ററിനുള്ളിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരുമെന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പ്രസ്തുത മീറ്റിങ്ങിൽ ഞാൻ ഉന്നയിച്ച ആദ്യത്തെ വിഷയം ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനെ കുറിച്ചായിരുന്നു. രണ്ടാമത്തത് ഞങ്ങളുടെ വാർഡിൽ കിഴക്കമ്പലം മോഡല് ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്, സത്യം പറഞ്ഞാൽ കിഴക്കമ്പലം മോഡൽ എന്നല്ല പുള്ളി പറഞ്ഞത് സിംഗപ്പൂർ മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും. അതെ, ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ ഉന്നയിച്ചത് ഞങ്ങളുടെ വാർഡിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വാർഡ് 13-ാം വാർഡായിരുന്നു. 13-ാം വാർഡിൽ ഉണ്ടായിരുന്ന ആകെ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചിറ്റനാട് അംഗൻവാടിയാണ്. അപ്പോൾ അത് ഒരു ശോചനീയമായ അവസ്ഥയിലാണ്. അപ്പോൾ അതിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ഇവിടെ അടുത്ത് കടയിരിപ്പിലുള്ള അഗാപ്പെ കമ്പനിയിൽ നിന്ന് CSR ഫണ്ട് 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അംഗൻവാടി, അതിൽ 6 അംഗൻവാടിയാണ് അവർ എടുത്ത് ചെയ്യുന്നത്. അതിൽ ഒരു അംഗൻവാടി ഈ പറയുന്ന ചിറ്റനാട് അംഗൻവാടി എന്നുള്ള അറിയിപ്പ് കിട്ടിയതിന്റെ
അതിനെ തുടർന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകളും പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭിച്ചു. കാരണം ഞങ്ങളുടെ അംഗൻവാടിക്ക് 2.5 സെന്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരു മാന്യ വ്യക്തി തന്നതാണ്. അപ്പോൾ ഈ ഹൈടെക് ആക്കി മാറ്റണമെങ്കിൽ കുറഞ്ഞത് 3 സെന്റെങ്കിലും വേണം. അപ്പോൾ ഒരു 6 സെന്റും കൂടെ കൂട്ടി കിട്ടാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥനയായി ചെന്നു. പിന്നെ അത് കുറച്ച് നിയമപ്രശ്നങ്ങളുള്ള കാരണം അത് ആ സ്ഥലം മാറ്റി വേറെ സ്ഥലം കിട്ടാൻ വേണ്ടി നോക്കി. അപ്പോൾ ഈ പെരിയാർ വാലിയുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ താലൂക്കിൽ പോയി അന്വേഷിച്ചു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് കൂടുതൽ കുറേ സമയമൊക്കെ നമുക്ക് ചെലവഴിക്കേണ്ടി വന്നു. പക്ഷേ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ നമുക്കറിയാൻ കഴിഞ്ഞത് ഈ പറയുന്ന ഫണ്ട് നമ്മുടെ വാർഡിലല്ല ചെലവഴിക്കുന്നത്, മാറ്റി അത് കടമറ്റത്തെ ഒരു അംഗൻവാടിക്ക് കൊടുക്കാൻ തീരുമാനമായി എന്നറിഞ്ഞു. അപ്പോൾ ഞാൻ ഈ പ്രസ്തുത യോഗത്തിൽ രണ്ടാമത്തെ കാര്യമായിട്ട് ഉന്നയിച്ചത് ഈ അംഗൻവാടിയുടെ കേസാണ്. മൂന്നാമത്തത് ഈ പഞ്ചായത്ത് തോറും സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് നടത്തി സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് എന്നാണോ തുടങ്ങി ആ സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് തുടങ്ങിയ അന്ന് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് ഡൊണേറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. നമ്മൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇടുമ്പോൾ ഇലക്ട്രിക് ലൈറ്റ് അല്ല ഇടേണ്ടത്, ഒരു സോളാർ ലൈറ്റ് ഇടുന്നതിനെ പറ്റി ആലോചിക്കണം. അപ്പോൾ സോളാർ ലൈറ്റിന് വില കൂടുതലാണെങ്കിൽ നമ്മളൊരു 3 പോസ്റ്റിൽ 1 ലൈറ്റ് എന്നുള്ള രീതിക്ക് ഇട്ടാലും മതി. കാരണം ഞങ്ങളുടെ വാർഡിൽ പ്രത്യേകിച്ച് ഒരുപാട് ഈ റബ്ബർ മരങ്ങളും റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ലൈനൊക്കെ. അപ്പോൾ ഒരു ദിവസം കറണ്ട് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ തുലാവർഷത്തിനോടൊക്കെ അനുബന്ധിച്ച് വൈകിട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ രാത്രി മുഴുവൻ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്ന പ്രയോജനം കിട്ടത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ സോളാർ ഇടുവാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാശ് കൂടുതലാണെങ്കിൽ 3 പോസ്റ്റിൽ ഒന്നെങ്കിലും ഇട്ടാൽ മതി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ അഭിപ്രായം എൻ്റെ മൂന്നാമത്തെ ആവശ്യമായിട്ട് ഞാൻ ഉന്നയിച്ചു. അപ്പം ഈ 3 ആവശ്യത്തിനും സാബു എം ജേക്കബിൻ്റെ ഭാഗത്തുനിന്ന് നോ എന്നുള്ളൊരു ഉത്തരമാണ് കിട്ടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം നോ എന്നുള്ള ഉത്തരത്തേക്കാൾ ഉപരി തികച്ചും ഒരു ഏകാധിപതിയുടെ രീതിയിൽ ഒരു കംപ്ലീറ്റ് നോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമ്മളൊരു there should be a way to communicate. ഒരു നോ പറഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കിന്റെ കേസ് പറഞ്ഞത്, അപ്പോൾ പറയുവാണ് ഓക്കെ ഞാനത് പറഞ്ഞതാണ്, പക്ഷെ എങ്കിൽ കൂടി ഇന്ന കാരണങ്ങൾ കൊണ്ട് നമ്മളത് കുറച്ച് പെൻഡിങ് വെക്കുകയാണ്, നമ്മളത് പരിഗണനയിലുണ്ട്, ഉടനെ ചെയ്യാം എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്കൊരു ഇതുണ്ട്. അതേപോലെ ഈ അംഗൻവാടിയുടെ കേസ് നിങ്ങൾക്ക് അറിയാമോ, കടമറ്റ ഇതിനേക്കാളും മോശം അവസ്ഥയിലാണ്, അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഫണ്ട് അങ്ങോട്ട് ചെയ്യണം, നിങ്ങളുടെ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, നമുക്കത് ചെയ്യാം, മാന്യതയാണ്. അങ്ങനെയല്ല പറയുന്നത്. ഇപ്പൊ മൂന്നാമത്തെ കേസ് ഇപ്പൊ എന്താണ്, സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ ഇലക്ട്രിക് ചെയ്യുവാണ്, നമുക്ക് ആലോചിക്കാം, അടുത്ത ഘട്ടത്തിൽ ഇനിയിപ്പോൾ അടുത്ത ലൈറ്റുകൾ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം, അങ്ങനെയൊക്കെ പറയണേ. ഓക്കെ, ഇതങ്ങനെയല്ല. ഈ 3 എണ്ണത്തിനും ഇപ്പൊ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, അതിനെപ്പറ്റി ആലോചിക്കണ്ട, അത് നടപടിയാവണോ കേസല്ല, അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത്തത് അംഗൻവാടി അഗാപ്പയുടെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഭരണസമിതിക്കാണ്, മഴൂർ ഭരണസമിതിക്കാണ്. അപ്പൊ അത് എവിടെ വിനിയോഗിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പുള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കും. അതിന് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരാതികളും അഭിപ്രായങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അത് ഞാൻ തീരുമാനിക്കും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് അംഗൻവാടി ഇല്ല, അതാണ് അതിനുള്ള മറുപടി. സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചു, ഇലക്ട്രിക് ലൈറ്റേ ഇടുകയുള്ളൂ, അതും ഹൈദരാബാദുള്ള ഒരു കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞു, അത് ഞാൻ തീരുമാനിച്ചതാണ്, അതിൽ മാറ്റമില്ല. അങ്ങനെയാണ്, 3നും ഒരു കംപ്ലീറ്റ് നോയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ മീറ്റിങ്ങിൽ അവിടെ അവതരിപ്പിക്കാൻ ഒരു 18 കാര്യങ്ങൾ ഞാൻ എഴുതി പോക്കലിട്ടുകൊണ്ടാണ് പോയത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിന്റെ മറുപടി ഇങ്ങനെ ആയപ്പോ അപ്പൊ തന്നെ അത് മടക്കി ഞാൻ പോക്കറ്റിൽ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതോടുകൂടി നമ്മള് പിന്നെ ഈ 3 കാര്യങ്ങൾക്ക് നോ പറയുന്നതിൻ്റെ കൂടെ ഈ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ തന്നെ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന 1-2 വാചകങ്ങളുണ്ട്. അതായത് ഇവിടെ സ്ഥാനമാനങ്ങളും പദവി പണമൊന്നും ആഗ്രഹിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട, എല്ലാവർക്കും എൻ്റെ കയ്യിലുള്ള പണം വേണം, ആ രീതിയിലുള്ള ഒരു തികച്ചും ഒരു ഏകാധിപതിയുടെ രീതിയിലാണ് പുള്ളിയുടെ സംസാരം. എന്ത് കാര്യം പറഞ്ഞാലും പുള്ളി ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഈ ഒരു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ ആവശ്യവും നിരാകരിച്ചു കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും ഇതേ ഡയലോഗ് ആവർത്തിച്ചപ്പോൾ നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു. അപ്പൊ ഞാൻ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ തുറന്നടിച്ചു. കാരണം മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല,
കുറഞ്ഞ പക്ഷം എൻ്റെ കാര്യത്തിൽ ഞാനിതിൽ പണമോ പദവിയോ ആഗ്രഹിച്ച് വന്നതല്ല. തൽക്കാലം പൊതുപ്രവർത്തനം ഒരു വരുമാന മാർഗമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പഠിച്ച് പാസ്സായി സമ്പാദിച്ച ജോലിയുണ്ട്, വേറെയും കുറച്ച് വരുമാന മാർഗങ്ങളുണ്ട്. അപ്പൊ ഞാനത് അങ്ങോട്ട് പൊക്കോളാം. പിന്നെ ഞാൻ ഈ പറയുന്ന ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു വീടിനോട് ചേർന്ന് എൻ്റെ വീട് കുറച്ച് കൂട്ടിയെടുക്കാൻ വേണ്ടി കുറച്ച് കാശ് തരണം, അല്ലെങ്കിൽ വീട്ടിലൊരു കക്കൂസ് പണിയാൻ കാശ് തരണം, അങ്ങനെ ചോദിക്കാൻ വന്ന ആളല്ല ഞാൻ. ഇപ്പൊ എൻ്റെ നാട്ടിലൊരു അംഗൻവാടി വരണം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് സോളാർ ലൈറ്റ് ഇട്ട് കാണണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ചോദിച്ചാണ്. അല്ലാണ്ട് എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യങ്ങൾക്കും അല്ല ഞാനിത് ചോദിച്ചത്. അങ്ങനെ പറഞ്ഞു. എന്തിനധികം പറയുന്നു, അവസാനം ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഒരു ചായ കുടിച്ചിരുന്നു, ഒരു കഷ്ണം കേക്ക് കഴിച്ചിരുന്നു. അപ്പൊ അതിന്റെ തുകയെന്ന കണക്കിന് ഒരു 20 രൂപ എടുത്ത് തൊട്ടടുത്ത് അവിടെ ഒരു എക്സിക്യൂട്ടീവ് നിന്നിരുന്നു, പുള്ളീനെ വലിച്ച് പുള്ളിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി. അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് കൂടെയുള്ള പ്രസിഡന്റുമാരിൽ ഒരു 4-5 പേര്, തൊട്ടടുത്ത വാർഡിലെ ഒരു സൈമൺ സാർ എന്ന് പറയുന്ന ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്കൂളിലെ എന്നെ ബയോളജി പഠിപ്പിച്ച ബയോളജി ടീച്ചറിന്റെ ഹസ്ബൻഡാണ് സൈമൺ സാർ. സൈമൺ സാർ അരുണെ വളരെ നന്നായി എന്ന് പറഞ്ഞ് കൈ അടിച്ച് എൻ്റെ കൂടെ സൈമൺ സാർ ഇറങ്ങി. കുറ്റിപ്പള്ളിയിലൊരു മോഹൻ സാർ ഇറങ്ങി. അങ്ങനെ 3-4 പേര് എൻ്റെ കൂടെ ഇറങ്ങി. ബാക്കി കുറെ പേര് വീണ്ടും സാർ എന്തെങ്കിലുമൊക്കെ തരും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അന്ന്, അതായത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് 11 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സാബുവിന്റെ പടി ഇറങ്ങിയതാണ്. പടിയല്ല, മിറ്റം ഇറങ്ങിയതാണ്. അതോടുകൂടി നമ്മൾ 20യുടെ എല്ലാ ട്വന്റിയുമായിട്ട് സഹകരിച്ചുള്ള എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചതാണ്. പിന്നെ ആണെങ്കിലും ഈ ഇലക്ഷൻ ഇപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചത് ജനങ്ങൾക്ക് ഇത് കാര്യങ്ങൾ പയ്യെ മനസ്സിലായിക്കോട്ടെ. ഞാനായിട്ട് ഇതിലിപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും നിൽക്കുന്നില്ല. ഇത് പയ്യെ എന്താണെങ്കിലും സത്യം പുറത്തു വരും. ജനങ്ങളായിട്ട് മനസ്സിലാക്കിക്കോട്ടെ. കാരണം എനിക്കാണെങ്കിലും ഒരു ചെറിയ ചളിപ്പുണ്ട്. കാരണം ഈ ജനങ്ങളെ മുഴുവൻ ഞാനായിട്ട് പിടിച്ചിറക്കിയതാണ്. ഒത്തിരി ആളുകൾ ഇറക്കിയിരുന്നു. അപ്പൊ ഇത് ഇനി ജനങ്ങളോട് ഇത് എങ്ങനെ ചെന്ന് പറയും എന്താണെന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാനായിട്ട് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. കാര്യങ്ങൾ ജനങ്ങൾക്ക് പയ്യെ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ അടങ്ങി ഒതുങ്ങി നിന്ന ഒരു ആളാണ് ഞാൻ. പക്ഷേ പിന്നീട് ഇപ്പോൾ അടുത്തിടെ ഈ സാബു എം ജേക്കബിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ അത് സത്യത്തിൽ എന്നെ കുറച്ചധികം പ്രൊവോക്ക് ചെയ്തു. കാരണം അതിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ അടുത്തുള്ള സിന്തേറ്റ്, പ്ലാൻ ലിപ്പിഡ്സ് തുടങ്ങിയ കമ്പനികളൊക്കെ നികുതി വെട്ടിപ്പുകാരാണ് എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നതായിട്ട് ഞാനും കണ്ടു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ 2 കമ്പനികളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. സിന്തേറ്റിൽ ഞാൻ 6 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ലിപ്പിഡ്സിൽ 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതും അവരുടെ കുറച്ച് സീനിയർ ലെവലിൽ, അതായത് അവിടുത്തെ ഫൗണ്ടർ, അതായത് ഞാൻ സിന്തേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ CV ജേക്കബ് എന്ന് പറയുന്ന, അതായത് ചാക്കുട്ടി എന്ന് ലോകം അറിയുന്ന അവരുടെ ഫൗണ്ടർ, അദ്ദേഹവുമായിട്ട് ഡെയിലി അല്ലെങ്കിൽ കൂടി വീക്കിലി എങ്കിലും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സീനിയർ ലെവൽ എംപ്ലോയി ആയിരുന്നു ഞാൻ. അതേപോലെ പ്ലാൻ ലിപ്പിഡ്സിൽ വന്നപ്പോഴായിട്ട്, പ്ലാൻ ലിപ്പിഡ്സിലാണെങ്കിലും അവരുടെ ഫൗണ്ടർ ജോർജ് സാറുമായിട്ടും നമുക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോ ഇവരെ 2 കൂട്ടരെയും നികുതി വെട്ടിപ്പുകാരാന്നുള്ള രീതിയിൽ സാബു പരാമർശിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഈ നിങ്ങൾക്കറിയായിരിക്കും, ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് CSR ഫണ്ട് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം തന്നെ. അപ്പൊ ഈ കടയിരിപ്പിലുള്ള സിന്തേറ്റിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കടയിരിപ്പ് ആശുപത്രി, ഒരു 10 വർഷം മുമ്പ് ആശുപത്രി എങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയാണെന്ന് കാണുന്നവർക്കറിയാം. 3 ഘട്ടങ്ങളിലായിട്ട്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3 ഘട്ടങ്ങളിലായിട്ട് ഒരു 3 കോടി രൂപയ്ക്ക് മേളിൽ സിന്തേറ്റ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. CSR ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ കടയിരിപ്പ് സ്കൂളിൽ കടയിരിപ്പ് ഗവൺമെന്റ് സ്കൂളിൽ ഒരു സിന്തറ്റിക് ട്രാക്ക് പണിതിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ പോയി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അത് ഒരു എറണാകുളം ജില്ലയിൽ നിന്നല്ല, കേരള സംസ്ഥാനത്ത് അത്ര മനോഹരമായിട്ട് പണിതിട്ടുണ്ട്. സിന്തറ്റിക് ട്രാക്ക് ഉണ്ടെന്ന സംശയമാണ്. അതേപോലെ കോലഞ്ചേരി ടൗണിലേക്ക് ചെല്ലുമ്പോൾ, കോലഞ്ചേരി പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് കോലഞ്ചേരി ടൗണിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കോലഞ്ചേരിയിലെ മെയിൻ സ്കൂള്, ആ സ്കൂള് പ്ലാൻ ലിപ്പിഡ്സ് ഏറ്റെടുത്താണ് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അവരുടെ CSR ഫണ്ട് അവിടെയാണ് വിനിയോഗിച്ചത്. അത് ആ കോലഞ്ചേരി പട്ടണത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. ഇപ്പൊ നമ്മൾ കോലഞ്ചേരിയിലേക്ക് രാത്രിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നത് ആ സ്കൂളിന്റെ ഫ്രണ്ടൊക്കെ മൊത്തം അടിമുടി മാറി. അത് പ്ലാൻ ലിപ്പിഡ്സ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് എഴുതി ബോർഡും വെച്ചിട്ടുണ്ട്. രാത്രിയൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ
അവരൊക്കെ കൃത്യമായിട്ട് CSR ഫണ്ട് മുടക്കുന്നുണ്ട്. ഉം. ഈ അത് അതേപോലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതെ, അതേപോലെ അഗാപ്പെ കമ്പനി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അംഗൻവാടി ഓരോ തവണയും 6 അംഗൻവാടിയാണ് 25 ലക്ഷം രൂപ മുടക്കി 1.5 കോടി രൂപയാണ് അവര് അവരുടെ CSR ഫണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത്, കാരണം ഈ CSR ഫണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ഇത്ര കോടിക്ക് മേളിൽ വരുമാനമുള്ള കമ്പനികൾക്ക് ജനങ്ങളോട്, സമൂഹത്തിനോട് ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടാണ്. ഈ സിന്തേറ്റും പ്ലാൻ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രൊഡക്ട്സ്, അതായത് ഈ കൂടുതലും ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ്. മസാല അറിയാലോ, പെപ്പർ, ടെർമറിക്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതൊന്നും സമൂഹത്തിന് പൊള്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും അതിലില്ല. അതേസമയം ഈ പറയുന്ന കിറ്റക്സ് കമ്പനിയിൽ കൂടുതലും ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ഡൈസ് ആണ്. അത് ഏറ്റവും വലിയ കാർസിനോജനിക് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിന്തേറ്റ്, പ്ലാൻ ലിപ്പിഡ്സ് പോലെയുള്ള കമ്പനികൾ എത്രത്തോളം സോഷ്യലി റെസ്പോൺസിബിൾ ആകണമോ അതിൻ്റെ 10 ഇരട്ടിയെങ്കിലും സോഷ്യലി റെസ്പോൺസിബിൾ ആകേണ്ട കമ്പനിയാണ് കിറ്റക്സ്. അപ്പോൾ അങ്ങനെയുള്ള കിറ്റക്സ് കമ്പനി ഈ CSR ഫണ്ട് എവിടെയാണ് മുടക്കുന്നത്? CSR ഫണ്ട് എന്ന് മുടക്കുന്നത് മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ. ഈ ഫണ്ട് മുടക്കി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടങ്ങി. അതിലൂടെ പച്ചക്കറിയും പലവ്യഞ്ജനവും നാട്ടുകാർക്ക് വില കുറവിൽ കൊടുക്കുന്നു എന്ന വ്യാജേന രാഷ്ട്രീയം കളിച്ച്, സത്യത്തിൽ അതിൽ പച്ചക്കറിയും പലവ്യഞ്ജനവും അല്ല വിൽക്കുന്നത്, അതിൽ വിൽക്കുന്നത് പുള്ളിയുടെ രാഷ്ട്രീയമാണ്. അതിലൂടെ പച്ചക്കറിയും പലവ്യഞ്ജനവും വിറ്റ് രാഷ്ട്രീയം കളിച്ച്, രാഷ്ട്രീയത്തിൽ മെമ്പർമാരെ ഉണ്ടാക്കി, മെമ്പർമാർക്ക് സാലറി കൊടുക്കുക. മെമ്പർമാർക്ക് സാലറി കൊടുത്ത് ഒരു ബിസിനസ്സാണ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശുദ്ധ തട്ടിപ്പാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സാബു എം ജേക്കബിന് ഒരു കിറ്റക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സാറാസ് ഉണ്ട്, അന്ന അലുമിനിയം, അങ്ങനെ ഒരു വെർട്ടിക്കൽ ഓഫ് ബിസിനസ് ആണ് ഇത്. എങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്ത് ബിസിനസ്സിനാണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു കട തുടങ്ങുവാണെങ്കിൽ നമുക്ക് ആ കട എടുക്കണമെങ്കിൽ കടയ്ക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്, തൊഴിലാളികൾ വയ്ക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു വെർട്ടിക്കൽ 2020 എന്ന് പറയുന്ന ബിസിനസിന്റെ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ പ്രചരണത്തിന് ഒരു ഫണ്ട് ഉപയോഗിക്കും. പിന്നെ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇടും. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന് പുള്ളി CSR ഫണ്ട് ഇതിലൂടെ ചാനലൈസ് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ ഫണ്ടുണ്ട്. പിന്നെ ഈ പറയുന്ന മെമ്പർമാർക്ക് സാലറി കൊടുക്കണം കൃത്യമായിട്ട്. അതും പല തട്ടിലാണ്. ഈ സാധാ മെമ്പർമാർക്ക് 15,000, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് 20,000, വൈസ് പ്രസിഡന്റിന് 25,000, അങ്ങനെ പല തട്ടിലാണ്. അത് ഓരോ വർഷവും റിവൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അവരുടെ സാലറി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇങ്ങനെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും. അപ്പോൾ ഒരു ബിസിനസ് ആകുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രം പോരല്ലോ, റിട്ടേൺ വരണം. എങ്ങനെ റിട്ടേൺ വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് അതാണ് ഇതിലെ മെയിൻ ത്രെഡ്. ഈ പറയുന്ന പഞ്ചായത്തിൽ വരുന്ന എന്ത് വർക്കുകളായിക്കോട്ടെ, അതായത് ഇപ്പോൾ പാലം, റോഡ്, തോട് മുതലുള്ള വലിയ ജോലികൾ തുടങ്ങി ഇങ്ങനെ താഴെ തട്ടിൽ കോഴിക്കച്ചവടം, കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത് വരെ, ഒന്നുമില്ലെങ്കിൽ സാബു നേരിട്ട് നടത്തുന്ന കമ്പനി, അല്ലെങ്കിൽ ബിനാമികളെ വെച്ച് നടത്തുന്ന കമ്പനി, അവർക്ക് മാത്രമേ ഇതിന്റെ ടെൻഡർ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. പാവങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ സാബു കയ്യിൽ നിന്നെടുത്ത് കാശ് മുടക്കി ജനങ്ങളെ സേവിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ പറഞ്ഞ പോലെ സിന്തേറ്റും പ്ലാൻ ലിപ്പിഡ്സിനെയും പുള്ളി ഈ രീതിയിൽ അധിക്ഷേപിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇത് നമ്മൾ പ്രതികരിക്കേണ്ട അവസ്ഥയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത്, എൻ്റെ വാർഡിലെ ഈ ഞാൻ 20 നിന്ന് മാറാനുള്ള കാര്യകാരണങ്ങൾ ഒരു ലീഫ്ലെറ്റ് പോലെ എഴുതി പ്രിന്റ് എടുത്ത് എല്ലാ വീട്ടിലും സപ്ലൈ ചെയ്ത് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓവറോൾ എനിക്ക് പറയാനുള്ളത്. നിലവിൽ ഇപ്പൊ നോട്ടീസ് ഞാനും കണ്ടിരുന്നു, ഇത് ഓരോ വീടുകളിലും കൊണ്ടേ കൊടുക്കുമ്പോൾ എന്താ ഒരു റെസ്പോൺസ് ഉണ്ട് നിലവിൽ? ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇതിൽ തികച്ചും ഒരു ഏകാധിപത്യം എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ എല്ലാ തീരുമാനങ്ങളും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാനിപ്പോൾ 2020 നേരും നിറവ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ പുസ്തകം എഴുതി അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് കുന്നത്താട് മണ്ഡലത്തിൽ എല്ലായിടത്തും കൊടുക്കണം എന്നുള്ളൊരു വിചാരത്തിലാണ്. കാരണം ഇത് ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു തീരാൻ പറ്റാവുന്നത്ര രീതിയിലുള്ള കാര്യങ്ങളല്ല ഇതിന്റെ പിന്നിൽ. ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഇപ്പോൾ ഇവിടെ
നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലാണ്. തൊട്ടടുത്ത് ഇവിടെ ഒരു LP സ്കൂളിന്റെ അതെ അവിടെ കാണാം. ഗവൺമെന്റ് ബോയ്സ് സ്കൂളാണ്. അപ്പൊ ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണം 20ക്ക് കിട്ടി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അവിടെ ഒരു പുതിയ ബ്ലോക്ക് വന്നു. ആ ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് ഈ പറയുന്ന MLA ആണ് വരുന്നത്. MLA ആണ് മുഖ്യാതിഥി. ശ്രീനിജനാണ്. രണ്ടാമത് ഇവിടുത്തെ 20യുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർ. കാരണം ഈ റോഡിന്റെ തൊട്ടപ്പുറത്തേക്ക് അടുത്ത വാർഡാണ്. ഞങ്ങളുടെ വാർഡ് അപ്പുറയാണ്. ഇത് 15ാം വാർഡായിരുന്നു. കഴിഞ്ഞ 15ാം വാർഡ്, ഇപ്പൊ 17ാം വാർഡ്. അപ്പൊ ഈ 2 വാർഡിലെ മെമ്പർമാര്, ബ്ലോക്ക് മെമ്പർ, അതും 20യുടെ മെമ്പർ, പിന്നെ തൊട്ടടുത്ത വാർഡിലെ ഇടതുപക്ഷത്തിന്റെ മെമ്പർ ജോർജ് എടവലത്തി, ഇവരെയൊക്കെ വരുന്നതായിട്ട് കാണിച്ച് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് ആൾക്കാരൊക്കെ വന്നു. വൈകുന്നേരം 6 മണിക്ക് മറ്റോ ആയിരുന്നു ഫംഗ്ഷൻ. കൃത്യം 6 മണിക്ക് തന്നെ MLA എത്തി, ജോർജ് എടപ്പരത്തി എത്തി. ബാക്കി നോട്ടീസിലേക്ക് താഴേക്ക് കാണുന്ന ഒരൊറ്റ മനുഷ്യൻ വന്നില്ല. ഞാനടക്കം എല്ലാവരും കൂടെ വന്നിരുന്നു. നാട്ടുകാരെല്ലാവരും എത്തി. ആ സമയത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, കിഴക്കമ്പലത്തു നിന്നുള്ള അറിയിപ്പ് 20യുടെ മെമ്പർമാരും പോകണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതില് എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, ശ്രീനിജൻ കുന്നത്തനാടിന്റെ MLA ആണ്. അല്ലാണ്ട് സാബു M ജേക്കബോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ല ഈ കുന്നത്തനാടിന്റെ MLA. ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നാടിന്റെ MLA ആയി. അപ്പൊ അതിലൊരു പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞത്, അതിനും ഈ ഒരു കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ മറുപടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഈ ശ്രീനിജൻ എന്ന് പറയുന്ന MLA സാബു M ജേക്കബിനെ പല രീതിയിൽ ഉപദ്രവിക്കുന്നു, അദ്ദേഹത്തിന്റെ കമ്പനികളിൽ റെയ്ഡ് നടത്തുന്നു, ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എന്തോരം ഇതിനേക്കാൾ വലിയ എന്തൊക്കെ രാഷ്ട്രീയ യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും അടക്കം അവരെന്തൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പൊതുകാര്യത്തിനോ എന്തെങ്കിലും ഉദ്ഘാടനത്തിനോ കാര്യങ്ങളിലോ ഒരു പൊതുവേദി പങ്കിടാൻ ഒരിക്കലും അവര് വിമുഖത കാട്ടിയിട്ടില്ല. അതൊന്ന്. പിന്നെ ഇതിന്റെ ഒരു എക്സ്ട്രീം വേറൊരു കേസുണ്ട്. ഇവിടെ ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർ 20യുടെ ഉമാമഹേശ്വരി എന്ന് പറയുന്ന അവര് ഒരു 20യില് ഇലക്ഷൻ ജയിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കുറച്ചൊരു എതിർസ്വരം ഉയർത്തിയ കാരണം പുള്ളിക്കാരത്തിയെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയായിരുന്നു സാബു M ജേക്കബ്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ഉമാമഹേശ്വരിയുടെ ഫാദർ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ വാർഡിന്റെ മെമ്പറുണ്ട്. അത് ഇപ്പോൾ 17ാം വാർഡ്, കഴിഞ്ഞ 15ാം വാർഡ്, നിജ ബൈജു എന്ന് പറയുന്നത്. ആ മെമ്പർ മാത്രം രാവിലെ 5:30 ആ വീട്ടിൽ പോയി മൃതശരീരം, ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഫാദറിന്റെ മൃതശരീരം കണ്ടിട്ട് പോകും. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് മെമ്പർമാർക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, 20 മെമ്പർമാർ ആരും പോകാൻ പാടില്ല. ഇത് എന്ത് അവസ്ഥയാണെന്നാണ് ആലോചിക്കുന്നത്. ഞാൻ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, ഈ പറയുന്ന ഉമാമഹേശ്വരിയുടെ അച്ഛൻ എത്ര പോസ്റ്റുകൾ ഒട്ടിച്ചിട്ടുണ്ടാവും 20യുടെ. അതില് ഈ ഉമാമഹേശ്വരിയുടെ തലയേക്കാൾ കൂടുതൽ ഈ സാബു M ജേക്കബിന്റെ തലയായിരുന്നിരിക്കണം, അല്ലെ? അതെ, തീർച്ചയായിട്ടും. സാബു M ജേക്കബിന്റെ വികസന നായകൻ, ഞാൻ ജനങ്ങളോടൊപ്പം എന്നൊക്കെ പറയുന്ന ആ മനുഷ്യൻ എത്ര പോസ്റ്റുകളിൽ കൊണ്ടുപോയി ഒട്ടിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മൃതശരീരം കാണാൻ പുള്ളിയോ വന്നില്ല. പുള്ളി മെമ്പർമാരോട് ആരും പോകരുതെന്ന് പറയുന്നത് എത്ര നികൃഷ്ടമായ മനസ്സായിരിക്കും അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട്. ഈ ഒരു തികച്ചും ഏകാധിപതി എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരങ്ങൾ മുഴുവൻ. ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ സിന്തേറ്റിലും പ്ലാൻ ലിപ്പിഡ്സിലും ഒരു കമ്പനിയിൽ 6 വർഷം, മറ്റേ കമ്പനിയിൽ 3 വർഷം വർക്ക് ചെയ്തത്. CV ജേക്കബ് സാറും ജോർജ് സാറുമായിട്ടും. അവരൊക്കെ കോർപ്പറേറ്റ് കമ്പനി മുതലാളിമാരാണെങ്കിൽ കൂടിയുണ്ടല്ലോ, അവരുടെ നോട്ടത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ എത്ര എലഗന്റാന്ന് മനസ്സിലാവും. അതായത് അവർ ഒരിക്കലും ദേ നെവർ സേ ഐ ഒരിക്കലും ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എപ്പോഴും വി എന്നാ പറയുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാം, അരുൺ നമുക്ക് ഇത് ചെയ്യാം, ഇതിങ്ങനെ പറ്റില്ലല്ലോ, വി എന്ന് അവർ പറയുന്നു. അതേസമയം സാബുവിന്റെ പ്രസംഗം എടുത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പറയാം, എന്റെ കാശ്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അങ്ങോട്ട് പോയി, ഞാനിത് പറഞ്ഞു, ഇത് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഒരു നേതാവിന് പറ്റിയ ഒരു ശരീരഭാഷയോ സംസാരമോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോ പക്ഷെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും കുറെ പാവങ്ങള് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നതാണ്. രാജിവെച്ച് ഇറങ്ങിയാലും അതിനുശേഷവും ഇതിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ജനങ്ങൾ, പാവങ്ങൾ ഇപ്പോഴും വീണ്ടും ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അവരെ പറ്റിക്കാനായിട്ട് ഈ കിറ്റ് കൊടുക്കുക. ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ കേൾക്കുന്നത്
ഗൂഗിൾ പേ വഴി 500 രൂപ വെച്ച് ഓരോ വോട്ടിന് 500 രൂപ എന്നുള്ള രീതിയിൽ കാശ് വരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അതും ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാണ്, പച്ചയ്ക്ക് റോട്ടിലിട്ട് വെട്ടിക്കൊല്ലുക. അതെ അതെ അതെ. ഈ പറഞ്ഞ പോലെ ജനാധിപത്യം മുറിഞ്ഞ് കഷ്ണങ്ങളായി കിടക്കുകയാണ് നമ്മുടെ മുമ്പിൽ. ഭയങ്കര മോശം അവസ്ഥയാണ്. ഈ രാജഭരണത്തിന്റെ കാലഘട്ടങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഈ ജന്മി കാലഘട്ടത്തിലൊക്കെ സ്വീകരിച്ചിരുന്ന ഒരു സംഭവമാണ് ഈ സാബു സെറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാം ഞാൻ എന്നിലൂടെ എല്ലാം നടക്കാൻ പാടുള്ളൂ. എല്ലാം എനിക്ക് ശേഷം പ്രളയം. അതെ അതെ അതെ. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂടി ഈ പറയുന്ന പോലെ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പോഴും പറയുന്നില്ലേ ഈ പറയുന്ന ഈ ഡിസംബർ 20-ാം തീയതി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കും. ഉടനെ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ അത് വരും ഇത് വരും എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്. മാഗസിൻ അങ്ങ് കണ്ടിരുന്നോ? ഇല്ല മാഗസീൻ പഠിച്ചിറക്കിയിട്ടുണ്ട്. അത് പെരുന്നുണകൾ കുത്തി നിറച്ച ഒരു മാഗസീനാണ്. കേരള സ്റ്റോറി എന്നൊക്കെ പേരിട്ടത്. എനിക്ക് തോന്നുന്നു സുദീപ് തോസൻ ഇറക്കിയ സിനിമേനേക്കാൾ കൂടുതൽ നുണ അതിൽ കുത്തി ഇറക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള സാധനമാണ് അടിച്ചിറക്കിയേക്കുന്നത്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ രഞ്ജു എന്ന് പറഞ്ഞ രാജിവെച്ച് ഇറങ്ങിയ ഒരു നേതാവായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു 9-ാം മിനിറ്റിൽ ഇന്ന ഡയലോഗ് പറയും, അപ്പൊ കൈയടിക്കാൻ ഇത്ര ആളുകളെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു. അങ്ങനെ ഇതുപോലുള്ള അതിന് പ്രത്യേക വിങ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സംസാരങ്ങളൊക്കെ എഴുതി റെഡിയാക്കിയിരുന്നാണ് ഇന്ന ഇത്രാമത്തെ മിനിറ്റിൽ 5 ഡയലോഗ് വരും, അപ്പൊ അതിന് കൈയടിക്കണം. അങ്ങനെയാണ്. പിന്നെ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഇത്രയും മിനിമം ഇത്ര ജനക്കൂട്ടം വേണം. ഓരോ ഇതിന്റെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇങ്ങനെ 4 വീട് 5 വീടിന് കൂട്ടിയിട്ട് ഒരു ഹൈ പവർ, 20 വീടിന് ഒരു ഏരിയ കമ്മിറ്റി, അങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പൊ ഇത്ര ഏരിയന്ന് ഇത്ര ആൾക്കാരെ കൊണ്ടുവന്നോളാം, ഇത്ര കൈയടിക്കാർ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സരോജ് കുമാർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ശ്രീനിവാസൻ അവതരിപ്പിച്ചിട്ടുണ്ടോ, അതിനെ വെല്ലൂന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഈ തവണ എങ്ങനെയാണ് മഴവന്നൂരിലെ ഒരു മൊത്തത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നത്? മൊത്തത്തില് എന്താണെങ്കിലും കാര്യങ്ങൾ മറിയും. ഈ 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഒരു ജനശ്രദ്ധ വന്നത് 2020-ലാണ്. ഈ പറയുന്ന അതിനു മുമ്പ് കിഴക്കുമല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഴവന്നൂര്, കുന്നത്നാട്, ഐക്കരനാട് ഈ 3 പഞ്ചായത്ത് കൂടി പിടിച്ച് ഈ ഒരു കുറച്ചും കൂടെ ഒരു ജനശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിയത് 2020-ലാണ്. 2020 എന്നാണ് പാർട്ടിയുടെ പേര്. ആ വർഷവും 2020-ആയിരുന്നു. ഇപ്പൊ ഇത് 2025-ആയി, 2025. അപ്പൊ 2025 എന്ന് പറയുമ്പോഴും 2020 ഉണ്ട് അവിടെ. അപ്പൊ അതുപോലെ തന്നെയാണ് 2025-ല് ഇവരുടെ പ്രസൻസ് ഉണ്ടാവും, പൊട്ടും പൊടിയൊക്കെ ബാക്കി ഉണ്ടാവും. പക്ഷെ അടുത്ത വർഷം നിങ്ങൾ നോക്കിക്കോളൂ, 2030 എന്ന് പറയുമ്പോൾ ആ വർഷത്തിന്റെ പേര് പറയുന്ന പോലെ തന്നെ മൊത്തം മാറും. ഇവിടെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. അമ്മാതിരി ജനങ്ങൾ മുഴുവൻ തിരിക്കും. ഈ പറയുന്ന വാർഡിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ പോലും കിട്ടാത്ത അവസ്ഥ വരും. ഇനിയിപ്പോ സ്ഥാനാർത്ഥികളെ കിട്ടിയാലും കെട്ടിവെച്ച കാശ് 2020-ക്ക് ഒരു സീറ്റിലും കിട്ടില്ലാത്തൊരവസ്ഥ എന്താണെങ്കിലും 2030 ഇലക്ഷനിൽ ഉണ്ടാകും. അത് ഉറപ്പാണ്. കെട്ടിവെച്ച കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വോട്ട് ചെയ്തതിന്റെ 1/6 വോട്ടാണ്. 1/6 വോട്ട് എന്താണെങ്കിലും 20-ക്ക് അടുത്ത തവണ ഒരു വാർഡിലും മഴവന്നൂർ പഞ്ചായത്തിൽ കിട്ടില്ല. കാരണം പ്രത്യേകിച്ച് മഴവന്നൂരിൽ അത് ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. കൂടുതലും നമ്മുടെ മഴവന്നൂരിന്റെ കാര്യം പറയുമ്പോൾ സാബു എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. മഴവന്നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി പൊള്യൂട്ടഡ് ആണ്. എന്ത് കാര്യം പറയുമ്പോഴും അവർക്ക് രാഷ്ട്രീയമാണ്. എനിക്ക് ആ നാട് ഇഷ്ടമല്ല, ഇനി ഞാൻ വരുന്നില്ല, ഇത്തവണ വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഓപ്പോസിറ്റ് ആണ് ചെയ്യാറ്. അതുകൊണ്ട് ചിലപ്പോൾ വരുമായിരിക്കും ഇലക്ഷൻ പ്രചരണത്തിന്. അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല, ഞാനത് വിട്ടു. ഇവിടെ അത് കഴിഞ്ഞിട്ടും ഇവിടെ ഒരു അടുത്തിടെ ഒരു പരിപാടിയിൽ വന്നും സാബു തന്നെയായിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഭരണത്തിൽ 50% പോലും എനിക്ക് തൃപ്തിയില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അതെ. മഴവന്നൂർ എപ്പോഴും പുള്ളിയുടെ മനസ്സിലൊരു കരടാണ്. പുള്ളിയുടെ ഭാഷയിൽ ആദ്യം പറഞ്ഞ പോലെ പൊളിറ്റിക്കലി പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നാടാണ്. പക്ഷെ സത്യത്തില് പൊളിറ്റിക്കലി പൊള്യൂട്ടഡ് അല്ല. ഇവിടെ അത്യാവശ്യം തലയിൽ ആൾതാമസമുള്ള ജനങ്ങളാണ്. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. മറ്റുള്ളവരെ വെറുതെ ഈ ആടിനെ പ്ലാവില കാട്ടി വഴിക്ക് കൊണ്ടുവന്ന പരിപാടി ഇവിടെ അധികം ഓടില്ലാന്ന് പുള്ളിക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ട്.